ഹായ് ഹീറോസ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇന്നെനിക്ക് ഓഫാണ്. അപ്പോൾ ഞാൻ കുക്കുവിന് പുതിയ റുബിക്കോൺ കാറ് വാങ്ങിയതുകൊണ്ട് അവനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് വീഡിയോ ചെയ്യുന്നത്. ഞാനിവിടെ മസ്കറ്റിലാണുള്ളത്, ഒമാനിൽ. ഞാനിവിടെ 6 വർഷമായി വന്നിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒമാനെ പറ്റി 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല. പക്ഷെ ഞാൻ 6 വർഷം മുമ്പ് ഇവിടെ വന്ന സമയത്ത് എനിക്ക് തീരെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഒരു 2 വീക്ക് എടുത്തുള്ളൂ എനിക്കിവിടെ ഈ ഒരു കൺട്രി ആയിട്ട് അഡ്ജസ്റ്റ് ആവാൻ. അത്ര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇവിടുത്തെ ലോസ് ആണ് അതിനുള്ള ഒരു റീസൺ എന്ന് തോന്നുന്നു. അത്രയും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള തരത്തിലുള്ള ഒരു ലോസാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഞാൻ പിന്നെ സെൽഫായിട്ട് കുറച്ചും കൂടി എക്സ്പ്ലോർ ആയതും ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈഫ് സ്റ്റൈൽ അറ്റ്മോസ്ഫിയറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പേഴ്സണലി മെച്യൂർ ആവും. കാരണം ഇവിടുത്തെ ഡെയിലി ലൈഫ് നമ്മളെപ്പോഴും നാട്ടിലത്തെ പോലെയല്ല, കുറച്ചും കൂടി ഷെഡ്യൂൾ ചെയ്ത് വേണം ജീവിക്കാനായിട്ട്. കാരണം ഇവിടെ എല്ലാവരും ഒറ്റയ്ക്ക് വരുന്നവരുണ്ടാവും, ഫാമിലി ആയിട്ട് വരുന്നവരുണ്ടായാലും അവർക്ക് എല്ലാവർക്കും ജോലി ഉണ്ടാവുമോ, പിള്ളേർ ഡേ സ്കൂളിൽ വിടുന്നവരായിരിക്കും. അവർക്ക് എല്ലാവർക്കും ഒരു ടൈം ടേബിളും ഷെഡ്യൂളും ഉണ്ടാവും. അപ്പം നമ്മൾ ആരെയും ആശ്രയിക്കാനായിട്ട് നാട്ടിലെ പോലെ പാമ്പർ ചെയ്യാനൊന്നും ഇവിടെ ആരും കാണത്തില്ല. പിന്നെ ഇവിടുത്തെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മറ്റുള്ള ഗൾഫ് കൺട്രീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലോ പ്രൈസാണ്. പിന്നെ ഫുഡും ആണെങ്കിലും കുറച്ചും കൂടെ ലെസ് എക്സ്പെൻസീവാണ് മറ്റുള്ള ഗൾഫ് കൺട്രിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ഇപ്പോൾ ഈ വാറായിട്ട് സംബന്ധിച്ച് ഒമാൻ എടുത്തേക്കുന്ന നിയമങ്ങളും അവരുടെ തീരുമാനങ്ങളൊക്കെ ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. പിന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് കുറച്ച് ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് പാൻഡമിക് സിറ്റുവേഷൻസ് ഒക്കെ വരുന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ ന്യൂസൊന്നും അധികം എക്സ്പ്ലോർ ആകത്തില്ലല്ലോ, അതുകൊണ്ട് അത്ര അപ്ഡേറ്റഡ് അല്ല. എനിവേ നൗ ഗോയിങ് ഈസ് വെൽ. എന്നിരുന്നാലും നമ്മുടെ നാട് നമുക്കെന്നും വലുത് തന്നെയാണ് അല്ലേ. നമ്മുടെ തറവാട്ടിലെത്തുന്ന പോലെയാണ് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ പോകുന്നതും അവിടേക്കുള്ള ലീവ് അസൈൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ നാട്ടിലുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സങ്കടം വന്നാലും വിഷമം വന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ച് സംസാരിക്കാൻ ഞാൻ പഠിച്ചത് ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ്. പിന്നെ നമ്മൾ ഓരോ കൺട്രിയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ റൂൾസും അവിടുത്തെ കാര്യങ്ങളും നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളി നോക്കി കാണണമല്ലോ, അങ്ങനെയും ഒരു കാര്യമുണ്ട്. എന്തായാലും എല്ലാവർക്കും നന്ദി. ഞാൻ എന്തെങ്കിലും ഇതായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.